കജിലാമ്മ മോക്ക് സുഖമാണോ? സുഖം. അതെ, വെരി ഗുഡ്. നിന്നെ കണ്ടപ്പോൾ തന്നെ തോന്നി ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യൽ ആയിരിക്കുമെന്ന്. കാരണം നീ വളരെ ഹാപ്പി ആണല്ലോ. നിന്റെ ഇത്ര സന്തോഷത്തിനുള്ള കാരണം എന്താ? എന്തെങ്കിലും ഓൾവേസ് ബി ഹാപ്പി ലൈക്ക് ദിസ്. ഓക്കെ ഓക്കെ. ഇവിടെ എന്താ നടന്നതെന്ന് നീ അറിഞ്ഞോ? എന്താ? നിക്ക്, അങ്ങേര് പോട്ടെ. ആ തടിയനില്ലേ, അങ്ങേരാണ് നിന്റെ അച്ഛൻ ഈ മണ്ടൻ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നേ. എന്തോന്ന്? അതെ, കേസ് ഫയൽ ചെയ്യാനുള്ള ഐഡിയ കൊടുത്തത് അങ്ങേരാ. എങ്കി പിന്നെ തടിയുടെ ഒരു പാഠം പഠിപ്പിക്കണല്ലോ. എന്തായാലും പഠിപ്പിക്കണം. ഒരു കാര്യം ചെയ്, ഷൗന്റെ അടുത്തേക്ക് ചെല്ല്. ഇപ്പൊ എന്താണാവോ കാര്യം? തന്നെ ഞാനൊന്നും തനിക്കൊന്നും വേറെ ഒരു പണിയില്ലടോ. ഞങ്ങളുടെ അച്ഛനെ തെറ്റായ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നോ? ഇനി ഇമാതിരി പണി ഒപ്പിച്ച നിന്റെ തല കാണില്ല. ഞാനാണ് തന്റെ തല വെട്ടാൻ പോകുന്നത്. സീരിയസ് ആയിട്ട് വല്ലതും പറയാണോ? ആണെന്നാ തോന്നുന്നത്. അഡ്വൈസർ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അഡ്വൈസ് കൊടുത്തേ ഉള്ളൂ. അതെ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. മിണ്ടരുത് പന്ന കിളവന്മാര്. നിങ്ങൾ കൊടുത്തത് അഡ്വൈസ് അല്ല, നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഓർഡറാ കൊടുത്തത്. ഇങ്ങോട്ട് വാടാ, ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് എത്രയ്ക്ക് ചങ്കുറപ്പോട്ട് നോക്കട്ടെ. ഇനിയന്മാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പീസ് പീസാക്കി വെട്ടിക്കളയാം. വെട്ടി അരിഞ്ഞു കളയും ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് ബാർബിക്യൂ ചെയ്യും. എന്നിട്ട് ഈ കാട്ടിലുള്ള കുറുക്കന്മാർക്ക് എറിഞ്ഞു കൊടുക്കും. എന്തിനാ ഇങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? ഞങ്ങൾ വെറും അഡ്വൈസേഴ്സാ. അതിനിടയ്ക്ക് വെറുതെ ഒന്ന് രണ്ട് അഡ്വൈസ് ഒക്കെ കൊടുക്കും. അത് വേണോ വേണ്ട എന്ന് അവരാ തീരുമാനിക്കുന്നത്. അത്രേ ഉള്ളൂ. മിണ്ടി പോരുത്. നിന്റെ ഞാൻ കുത്തി മലർത്തും. അല്ലല്ല, നിങ്ങൾ വെറുതെ ഞങ്ങളെ തെറ്റിദ്ധരിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾ നല്ലൊരു അഡ്വൈസ് തരാം. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. എന്താ ഇത് വെറുതെ കത്തി കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കാതെ? അതായത് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അത് മാത്രമല്ല, രണ്ട് കുടുംബത്തിലുള്ളവരും വളരെ സ്നേഹത്തോടെ ഇരിക്കുകയും ചെയ്യും, അല്ലേ? അവര് പിന്നെ പേരക്കുട്ടികളോടൊപ്പം കളിച്ചോണ്ടിരിക്കും. പിന്നെ കോർട്ടിനും കേസിനും ഒന്നും പോകത്തില്ലെന്നേ. വയ്യാവേലികളൊന്നും കാണുന്നില്ല. നിങ്ങൾ രണ്ടുപേരും മാറി മാറി അങ്ങോട്ടൊന്നും നോക്കിക്കേ. അങ്ങനെ തന്നെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ശരിക്കും നിനക്ക് അവളെ കാണണമെങ്കിലേ ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വാ. അവൾ നിന്നെ റിജക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കണക്കിന് നോക്കിയാ നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാ. നിങ്ങൾക്കാർക്കും നല്ലത് പറയാൻ പറ്റില്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരുന്നൂടെ? അത് എനിക്കതാ മനസ്സിലാവാത്തത്. ഏത് സമയത്തും വഴക്കിടുന്ന അവളെ ഞാനെന്തിനെങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഞാൻ അവളുടെ മുന്നിൽ വീണുപോയോ? എന്നാലേ പോയ അവളെ കണ്ടിട്ട് വാ. ഞങ്ങളും കൂടി വരണോ? ടോയ്ലറ്റിനും റൊമാൻസിനും രണ്ടിടത്തും ഒറ്റയ്ക്കേ ഒരാൾ പോകാവൂ. എന്നാ ഞാൻ പോവാ. നിങ്ങൾ ആരും എന്റെ കൂടെ വരണ്ട. ഞാനിപ്പോ തനിച്ചു പോയി അവളെ കണ്ടോളാം. അഡ്വൈസറെ, ഇതങ്ങ് ശരിയാവും തോന്നില്ലല്ലോ. ആരെയും കാണുന്നില്ലല്ലോ. അതാ എന്താ ആരും വരാത്തത്? ആരും വന്ന് നഷ്ടപരിഹാരം ഒന്നും വാങ്ങിക്കുന്നോ ഇല്ലല്ലോ. എന്തു പറ്റി? എന്റെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ.
അതിപ്പോ ഞാൻ എങ്ങനാ? നീ അതിന് റെഡിയാണോ? എന്ത്? ഹാപ്പി വെഡിങ്. എനിക്ക് പേടിയാവുന്നു. ആരാ പേടിപ്പിക്കുന്നേ? അത് ആരാണെന്നും കൂടെ പറ. എന്റെ അച്ഛനാണോ അതോ അദ്ദേഹത്തിന്റെ മകനാണോ? എനിക്കറിയില്ല. എന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെകുത്താൻ തലയ്ക്കകത്ത് കയറിയാലേ നല്ലതൊന്നും സംഭവിക്കില്ല. എന്റെ തലയ്ക്കകത്ത് ചെകുത്താനാണല്ലേ? ദേ, എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കല്ലേ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വഴക്കിടാൻ പോവാണോ അതോ എന്നെ സന്തോഷിപ്പിക്കോ? ആ കാര്യം എനിക്കറിയില്ല. നിന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ മരിച്ചാലും നീ എന്റെ ഹൃദയത്തിലുണ്ടാവും. നീ ഒറ്റയ്ക്ക് മരിക്കരുത്. എന്നെയും ഒറ്റയ്ക്ക് മരിക്കാൻ അനുവദിക്കരുത്. എന്റെ ചേട്ടനെ സൗത്തിലുള്ള പ്ലോട്ടിന് വേണ്ടി കേസ് കൊടുത്താലേ ഞാനത് വേറെ രീതിയിൽ ഡീൽ ചെയ്യും. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ആ അതെ അതെ. അതെ അതെ. നീ ആ മൂക്കുത്തി എടുത്ത് വീണ്ടും അണിഞ്ഞോ? അഴിച്ചേ. ഇത് ഞാൻ ഒരിക്കലും എടുത്തു മാറ്റില്ല അച്ഛാ. ഇനി അങ്ങോട്ട് ജീവിതകാലം മുഴുവനും ഇത് എന്റേത് മാത്രമായിരിക്കും. വാ. അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചു.